അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുള്ള മടവൂർ മഖാമിനെ കുറിച്ചിട്ടാണ്. നമ്മളിൽ പലർക്കും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരുപാട് വിഷമങ്ങൾ വന്നാലും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴും ദുആ ചെയ്യാൻ, ആശ്വാസം നേടാൻ ഇവിടേക്ക് വരാറുണ്ട്. മടവൂർ ഉസ്താദ് അറിവിലും സമൃദ്ധിയിലും അറിയപ്പെട്ട ഒരാളാണ്. അവരുടെ ജീവിതത്തിലെ നന്മകൾ കൊണ്ടാണ് ഈ മഖാമ് ഇന്ന് ബർക്കത്തുള്ള ഒരു സ്ഥലമായി മാറിയത്. അവിടെ പോയി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു പ്രത്യേക സമാധാനം കിട്ടുന്നുണ്ട്. ഇന്ന് പല ആളുകളും പറയുന്നുണ്ട് ഇവിടത്തേക്ക് നേർച്ച ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. വീട്ടിലെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്, പഠനത്തിലും ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിയിട്ടുണ്ട്, രോഗങ്ങൾ മാറിയിട്ടുണ്ട് എന്നിങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് മടവൂർ ഉസ്താദ് മഖാമിലേക്ക് 21 ഫാത്തിഹ നമ്മൾ നിയ്യത്താക്കിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസം എന്താണോ, നമ്മുടെ ദുരിതം എന്താണോ അതെല്ലാം നീങ്ങിപ്പോകാൻ 21 ഫാത്തിഹ നമ്മൾ നിയ്യത്താക്കി ഓതുക. ദുആ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത്, യാ അല്ലാഹ്, ഇവിടുത്തെ സ്വാലിഹരുടെ നന്മ മുഖാന്തരം ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ദുരിതങ്ങൾ എല്ലാം നീ നീക്കിത്തരണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുന്നതാണ്. മനസ്സിൽ സത്യസന്ധമായ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് നല്ലത് തന്നെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും നന്മയും എന്നും നിറയട്ടെ. ആമീൻ. ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.